പച്ചക്കൊടിക്ക് മലപ്പുറത്ത് വിലക്കോ? SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിലർ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പാറുന്നുണ്ടോ അതോ വിലക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വലിയ വിവാദങ്ങൾ ഉയരാറുണ്ട്. മലപ്പുറത്ത് ഇന്ന് ഡിസംബർ 5 നടന്ന LDF ജില്ലാ കമ്മിറ്റിയുടെ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അനീതികൾക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിൽ പക്ഷേ ഇടതുമുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയുടെ പതാക മാത്രം കണ്ടില്ല. പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികളുടെ പതാകകളും വേദിയിൽ പാറിയപ്പോൾ ജില്ലയിലെ LDFിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പതാക മാത്രം കാണുന്നില്ല. കോൺഗ്രസ് S, NCP തുടങ്ങി കേരള കോൺഗ്രസ് Bയുടെ വരെ പതാകകൾ ഉള്ളിടത്ത് പക്ഷേ മലപ്പുറം ജില്ലയിലെ തരക്കേടില്ലാത്തയൊക്കെ അംഗബലമുള്ള INLന്റെ കൊടി ഇല്ലാത്തത് എന്തുകൊണ്ടാവും? പണ്ടേ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ INLന്റെ സ്ഥിതി. രണ്ട് ചേരികളായി തിരിഞ്ഞ് ഒന്ന് നാഷണൽ ലീഗും മറ്റൊന്ന് INLുമായി മാറി. ബാക്കി കുറേ ആളുകൾ പണ്ട് INLനെ പരിഹസിച്ചിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ലീഗിലേക്ക് എന്ന ആപ്തവാക്യം മനസ്സാവരിച്ച് ലീഗിലേക്ക് തിരിച്ചുപോയി. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും വലിയ കക്ഷികളല്ലാതായി. ഇനി ഇതിൽ ഏതാണ് ഔദ്യോഗിക വിഭാഗം എന്ന ആശയക്കുഴപ്പം ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഇനി ഇവരെ രണ്ടുപേരിൽ ആരെ വിളിക്കണമെന്ന സംശയത്തിൽ രണ്ടുപേരെയും ക്ഷണിക്കാതിരുന്നതാണോ ആവോ? SS ന്യൂസ് മലപ്പുറം.